മിണ്ടരുത് നീ. വകുപ്പ് ഏതൊക്കെയാണെന്ന് നിനക്കറിയാമോ? കൊലപാതക ശ്രമം, മോഷണം, ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കൽ, IPC 307, 379, 141, 12 വർഷം കിടക്കുമോ അറിയാം. സാർ ഇത്രയും വകുപ്പുകളെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ. ഇനി ഞങ്ങൾക്ക് പറയാനുള്ള വകുപ്പും കൂടെ കേട്ടിട്ട് നൂൺ ഷോ കഴിഞ്ഞ് അറസ്റ്റ് ചെയ്തോ. നൂൺ ഷോ കഴിഞ്ഞിട്ടോ? അതെന്താ? നല്ല ഇടിവെട്ട് പടമാണ് സാർ. ആൾ ബഹളത്തിലിരുന്ന് കണ്ടാലേ ഒരു ത്രില്ലുള്ളൂ. ഇനി പ്രശ്നത്തിലേക്ക് കടക്കാം. സാറേ, കഴിഞ്ഞ 3.5 വർഷമായിട്ട് ഞങ്ങളുടെ സ്റ്റാർ മമ്മൂട്ടി സാറിന്റെ സിനിമകൾക്ക് മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത് മഞ്ചേരി ദേവകി സിനിമാക്സിലാണ്. DCR ഞങ്ങളുടെ കയ്യിലുണ്ട്. എന്താ DCR ഡെയിലി കളക്ഷൻ റിപ്പോർട്ട്. തൊമ്മനും മക്കളും 28 ലക്ഷം, മായാവി 29 ലക്ഷം, പ്രജാപതി 26 ലക്ഷം, നസ്രാണി 23 ലക്ഷം, ഒരേ കടൽ 14 ലക്ഷം, കഥ പറയുമ്പോൾ 32 ലക്ഷം. എന്നിട്ടോ ഈ കളക്ഷൻ കിട്ടിയ തിയേറ്ററുകൾ നിലനിൽക്കെ തന്നെ എടവണ്ണപ്പാറയും മണ്ണാർക്കാടും സിനിമകൾ റിലീസ് ചെയ്തു. ഞങ്ങൾ ക്ഷമിച്ചു. ഇന്നിവിടെ 14 സിക്സ് ഷീറ്റ് ഒട്ടിക്കേണ്ട സ്ഥലത്ത് 60 സിക്സ് ഷീറ്റും 16 ഫ്ലക്സുമാണ് ഞങ്ങൾ ഒട്ടിച്ചിരിക്കുന്നത്. പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മുതൽ തിയേറ്റർ പടിക്ക് വരെ ഞങ്ങൾ വിധാനിച്ചു എന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങ് വിധാനിക്കലല്ല. 16 കൊലവാഴയാണ് സാറെ തീ വിലയ്ക്ക് വാങ്ങിച്ച് നട്ടിരിക്കുന്നത്. കൊലവാഴയ്ക്ക് ഒന്നിന് 500 രൂപ വെച്ച് സാറൊന്ന് കണക്കൂട്ടി നോക്കിക്കേ. അത് സ്പോൺസർ ചെയ്ത കോഴിക്കോട് സിൽക്ക് പാർക്കിന്റെ ഉടമസ്ഥനോട് ഞങ്ങൾ എന്ത് മറുപടി പറയും സാർ? കൊലവാഴയ്ക്ക് മറുപടി പറയാനല്ല ഞാൻ വന്നത്. മറുപടി പറയണം സാറേ. കൊലവാഴക്കാരോടൊന്നല്ല, ഈ ശിങ്കാരിമേളക്കാരോടും പൂക്കാവടിക്കാരോടും മറുപടി പറയണം ഞങ്ങള്. അല്ല, എനിക്ക് മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കുക. ഈ കൊലവാഴയും പൂക്കാവടിയൊക്കെ അവിടെ നിൽക്കട്ടെ. മലപ്പുറം പത്മ തിയേറ്ററിലേക്ക് മദ്രാസിൽ നിന്നുകൊണ്ടുവന്ന ഫിലിം പെട്ടി ഗുണ്ടായസം കാണിച്ച് തട്ടിയെടുത്തതിന് ആര് സമാധാനം?